ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിന് ഒരു കുടുംബത്തിലെ 3 പേർക്ക് മർദ്ദനമേറ്റു. തിരുവല്ല കുറ്റൂർ സ്വദേശി ജോൺ ബി വർഗീസ്, സഹോദരൻ റെനി, അമ്മ ത്രേസ്യമ്മ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ത്രേസ്യാമ്മയുടെ വീടിന് സമീപമായിരുന്നു സംഭവം. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന അമിത വേഗതയിലെത്തിയ ബൈക്ക് എതിരെ വരികയായിരുന്ന ജോൺ പി വർഗീസിന്റെ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കാൻ ഒരുങ്ങി. സ്കൂട്ടർ നിർത്തിയ ജോൺ ബൈക്കിന്റെ അമിത വേഗം ചോദ്യം ചെയ്തു. തുടർന്ന് ബൈക്കിലെത്തിയ ഇരുവരും ചേർന്ന് ജോണിനെ മർദ്ദിക്കുകയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ ഞാൻ അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് ഞാൻ താഴോട്ട് വീണു. താഴെ വീണ് കഴിച്ചിട്ട് പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. ആ വണ്ടി ഓടിച്ചവൻ എൻ്റെ നെഞ്ചത്തൊരു ചവിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് 3-4 പേര് 2-3 ബൈക്കിലെ ആൾക്കാർ ഇവിടുന്ന് ഈ കോട്ടയം ഈ ഭാഗത്തുനിന്ന് വണ്ടിയെ വന്നിട്ട് അവിടെ വന്ന് ഇറങ്ങി. ശവക്കോട്ട ഇവിടെ അര കിലോമീറ്റർ അകല് ശവക്കോട്ടയുണ്ട്. അതിൽ ആൾക്കാർ ഇങ്ങനെ തേരാ പോലെ കള്ളുപിടിക്കാൻ പോയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാൽ അവർ നമ്മളെ അങ്ങ് അടിക്കാൻ വരുന്ന കൂട്ടില്ല അവർ ചെയ്യുന്നത്. ജോണിന്റെ നിലവിളി കേട്ട് ത്രേസ്യാമ്മയും സഹോദരൻ റെനിയും എത്തി. തുടർന്ന് ഇവർക്കും യുവാക്കളുടെ മർദ്ദനമേറ്റു. പിന്നാലെ സംഘത്തിൽ ഉൾപ്പെട്ട 2 പേർ കൂടി ബൈക്കിലെത്തുകയും 4 പേരും ചേർന്ന് 3 മർദ്ദിക്കുകയുമായിരുന്നു. അപ്പൊ റെനി എന്ത് ചെയ്തു, ഇതിന് പോക്കുന്ന സമയത്ത് ഞാൻ ഓടി വന്ന് പിടിച്ചു. ഞാൻ ഓടി വന്ന് പിടിച്ചപ്പോ എന്റെ കൈ എനിക്ക് പിള്ളേരെ എനിക്കറിയില്ല, കൈ പിടിച്ച് തിരിച്ച് എന്നെ തള്ളിയിട്ട് കഴിഞ്ഞ് ഞാൻ വീണു. തള്ളിയിട്ടൊരു ചവിട്ടും കിട്ടി എനിക്ക് അവരെ. അങ്ങനെ ഇപ്പൊ റെന്നിനെ ഹെൽമെറ്റ് വെച്ച് അടിക്കുമ്പോൾ തടയുന്നുണ്ട്. അവൻ തടയുന്ന സമയത്ത് എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമി സംഘം ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു. ഹെൽമറ്റ് ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റവർ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.